ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തി ഇടത് സൈബർ ഗ്രൂപ്പുകൾ. ഹൈക്കോടതിക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനവും സൈബർ ഇടങ്ങളിലെ ഇടത് അണികൾക്ക് പ്രചോദനമാണ്. മറിയക്കുട്ടി വിഷയത്തിലടക്കം സർക്കാരിനെതിരെ വിമർശന സ്വരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായ സൈബർ ആക്രമണത്തിന് കാരണം. ഇടത് സർക്കാരിനെതിരെ വിമർശനമോ പരാമർശമോ നടത്തുന്ന ന്യായാധിപന്മാർക്കെതിരെ സൈബർ ഇടങ്ങളിൽ വ്യാപക അധിക്ഷേപം പ്രചരിപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷാണികളുടെ പതിവ് രീതി. ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹൈക്കോടതിക്കെതിരായ വിമർശനത്തിന് തൊട്ടു പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഉണർന്നു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാത്തതിൽ മനുഷ്യത്വപരമായും നിയമപരമായും ഇടപെടൽ നടത്തിയതും സർക്കാർ നടപടി ചോദ്യം ചെയ്തതുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടത് സൈബർ അണികളെയും ഹൈക്കോടതിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ വ്യക്തിഹത്യ നടത്തും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടത് സൈബർ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തി. മുഖ്യമന്ത്രി തന്നെ നീതിപീഠത്തോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചത് അണികളുടെ അധിക്ഷേപ സ്വരം കടുക്കുവാൻ സഹായിച്ചു. അതിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചിയിൽ ഒരു സ്വകാര്യ പരിപാടിക്കിടെ നടത്തിയ പ്രസംഗത്തിന്റെ നിശ്ചിത ഭാഗം വൈറലായതോടെ ഇടത് സൈബർ ഗ്രൂപ്പുകൾ അടങ്ങിയിരുന്നില്ല. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അധിക്ഷേപകരമായ കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. എല്ലാവരും രാജാവാണെന്ന് തെറ്റിദ്ധരിക്കുന്നതായും എതിർപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോകുമെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിലപാട് തന്നെയാണ് ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരായ ശക്തമായ മറുപടി. ഞാൻ വഴി മറ്റൊരാൾക്ക് ഒരു നല്ലത് വരണമെങ്കിൽ ഞാൻ തന്നെ പലതും ഓപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കാലമാണ്. യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ അതുകൊണ്ട് നമുക്ക് ദൂഷ്യമുണ്ടെങ്കിൽ അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്. ജനം, കൊച്ചി.